കഴിഞ്ഞ 10 ദിവസമായി GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല ഗൾഫ് രാജ്യങ്ങളിലും സമാധാനമില്ല. നിരന്തരം മിസൈലും ഡ്രോണും ഇങ്ങനെ ആ രാജ്യങ്ങൾക്ക് മേൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അധികൃതരും ഭരണകൂടവും കർശനമായ ചില നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നിയമവും ഒക്കെ കൊണ്ടുവന്നിരുന്നു. അത് ആ രാജ്യത്തെ ജനജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൽ UAE വന്നൊരു നിയമം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ വീഡിയോയൊന്നും എടുത്ത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. കാരണം ആ നിയമം കൊണ്ട് UAE ലക്ഷ്യം വെച്ചത് അവിടുത്തെ ജനജീവിതത്തിന്റെ സുരക്ഷിതത്വം മാത്രമായിരുന്നു. ഇത്തരത്തിൽ ഒരു ആക്രമണം രാജ്യത്ത് നടക്കുമ്പോൾ അതിന്റെ ദൃശ്യങ്ങളോ വീഡിയോയോ ഒക്കെ എടുക്കാനായിട്ട് അവിടെയുള്ള ജനം ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പരിക്കേൽക്കുകയും കൂടുതൽ അപകടത്തിലേക്ക് പോവുകയും ചെയ്യും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് നമ്മൾ ഇത് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശങ്കയുണ്ട്. നമുക്കറിയാം, നമ്മളെ എപ്പോഴും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശങ്കയോടുകൂടി നമ്മൾ കാണുന്ന ചില ദൃശ്യങ്ങളുണ്ട്. ആക്രമണത്തിന്റെയും മറ്റുമുള്ള ദൃശ്യങ്ങൾ, ഒരു മിസൈലും റോക്കറ്റും ഒക്കെ വന്ന് പതിക്കുന്നതും കൂടെയുള്ളവർക്ക് പരിക്കേൽക്കുന്നതും അവിടുത്തെ ജനജീവിതത്തെ കൂടുതൽ ബാധിക്കുന്ന രീതിയിലുള്ള ചില ദൃശ്യങ്ങളെല്ലാം നമ്മളെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ്. അത്തരം ദൃശ്യങ്ങളെല്ലാം നമുക്ക് ആശങ്കയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ UAE ഇതിനെതിരെ ഒരു കടുത്ത നിയമം കൊണ്ടുവന്നിരുന്നു. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ എടുത്ത് പ്രചരിപ്പിക്കുകയോ മറ്റുള്ളവർക്ക് അയക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് UAE പറഞ്ഞിരുന്നു.